ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കോടതി സമുച്ചയത്തിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടികൾ മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു. കോടതിയിലെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈകളും ചടങ്ങിൽ കൈമാറി. മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെയും സഹകരണത്തോടെയാണ് ലോക പരിസ്ഥിതി ദിനം മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ആചരിച്ചത്. മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും പോക്സോ സ്പെഷ്യൽ കോടതി മൂവാറ്റുപുഴ ജില്ലാ ജഡ്ജിയുമായ മഹേഷ് ജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു വാചകം തന്നെ, നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യന്റെ ഇൻഓർഗാനിക് ബോഡിയാണ് നേച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻവയോൺമെന്റ് എന്ന വാക്ക് തന്നെ നമുക്ക് പരിചിതമാകുന്നത് 1950-കൾക്ക് ശേഷമാണ് എന്ന് കാണാൻ പറ്റും. അതിനു മുൻപ് വരെയുള്ള ആ ഒരു 18-ാം നൂറ്റാണ്ടിന്റെയും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെയുള്ള കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ മനസ്സിൽ തന്നെ എൻവയോൺമെന്റ് എന്നുള്ളതിന് പകരം നേച്ചർ എന്ന വാക്കായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമായിരുന്നു. എനിക്കൊന്ന് എൻ്റെ സഹപ്രവർത്തകരായ ചിലരെങ്കിലും ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നവരുണ്ട്. അവരുടെ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളും ഇടുക്കിയിലുള്ള ആളുകളുമായിട്ട് പരിചയമുള്ളവരാവും. അവരുടെ മുൻകാല തലമുറകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നില്ല. നമുക്ക് തന്നെ അറിയാം. ഇതോടൊപ്പം പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്തു. ചടങ്ങിൽ മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചക്കാലയ്ക്കൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം 2/3 സസ്യ ജന്തു ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ് വരും കാലങ്ങളിൽ. അത്രമാത്രം പരിസ്ഥിതിയിൽ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾക്ക് അനുഭവപ്പെട്ട ചൂട്, അന്തരീക്ഷ ഊഷ്മാവ് 40 മുതൽ 42 ഡിഗ്രി വരെ ഉയർന്ന തലത്തിലേക്ക് പോയി. മാത്രമല്ല, മഴ പെയ്യുമ്പോൾ പണ്ട് കേരളത്തിൽ മഴ പെയ്യുന്നത് പോലെയല്ല ഇപ്പോൾ മഴ പെയ്യുന്നത്. മേഘവിസ്ഫോടനത്തിലൂടെ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് അതിശക്തമായ ഹെവി റെയിൻഫാൾ ആണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനുഷ്യ സമൂഹം സൃഷ്ടിച്ചെടുത്ത പരിസ്ഥിതിയുടെ വ്യതിയാനങ്ങൾ മൂലമാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കണം. ചെടികളുടെ വിതരണോദ്ഘാടനം വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജിയും അന്വേഷണ കമ്മീഷണറുമായ NV രാജു, ഫാമിലി കോടതി ജഡ്ജി സിജിമോൾക്ക് ചെടി കൈമാറി നിർവഹിച്ചു. അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി ടോമി വർഗീസ് ബാർ അസോസിയേഷൻ പ്രതിനിധികൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി. മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാർ, ക്ലാർക്ക് അസോസിയേഷൻ പ്രതിനിധികൾക്കും കോടതി ജീവനക്കാരുടെ പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തൈകൾ കൈമാറി. എല്ലാവർക്കുമായി 1000-ഓളം ചെടികളാണ് ചടങ്ങിന്റെ ഭാഗമായി കോടതി സമുച്ചയത്തിൽ വിതരണം ചെയ്തത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.